പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ അവസാനത്തെ ടോപ്പിക്കുകളായ പ്രഗ്നൻസി, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പാർട്ടുറേഷൻ, ലാക്ടേഷൻ ഈ ടോപ്പിക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക്ക് പ്രഗ്നൻസി അഥവാ ഗർഭധാരണം. ഇതിലെ ആദ്യ ഘട്ടമാണ് ഫോർമേഷൻ ഓഫ് പ്ലാസൻ്റ. പ്ലാസൻ്റ ഫോർമേഷനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായി എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. എംബ്രിയോജനസിലൂടെ സൈഗോട്ട് മോർലയായി മാറുന്നു, മോർല ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. യൂട്രസിലെത്തുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ ആവരണമായ സോണ പെലിസിഡയിൽ നിന്നും പുറത്തു വരുന്നു. തുടർന്ന് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റ് ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. തുടർന്ന് ഗർഭപാത്രത്തിലെ കോശങ്ങൾ വിഭജിച്ച് വളർന്ന് ബ്ലാസ്റ്റോസിസ്റ്റിനെ ആവരണം ചെയ്യുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് അങ്ങനെ എൻഡോമെട്രിയത്തിൽ ഉറപ്പിക്കപ്പെടുന്നു. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നു. ഇവയെക്കുറിച്ച് നിങ്ങൾ ഇതിനോടകം വിശദമായി പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇംപ്ലാന്റേഷൻ്റെ തുടർച്ചയായ ഘട്ടമാണല്ലോ പ്രഗ്നൻസി. ഇനി നമുക്ക് എന്താണ് പ്രഗ്നൻസിയിലെ ഘട്ടങ്ങളെന്ന് പഠിക്കാം. ആദ്യ ഘട്ടമായ പ്ലാസൻ്റ ഫോർമേഷനാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ മെനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ദ ട്രോഫോബ്ലാസ്റ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് കോൾഡ് കോറിയോണിക് വില്ലൈ. ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നും ചെറു വിരലുകൾ പോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാകുന്നു. ഇവയെ കോറിയോണിക് വില്ലൈ എന്ന് പറയുന്നു. ദീസ് കോറിയോണിക് വില്ലൈ ആർ സറൗണ്ടഡ് ബൈ uterine tissue and maternal blood vessels. The chorionic villi and uterine tissue are interdigitated jointly and form the placenta. ഈ കോറിയോണിക് വില്ലകൾക്ക് ചുറ്റിലുമായി ഗർഭാശയ കോശങ്ങളും മാതൃ രക്തക്കുഴലുകളും കൊണ്ട് മൂടപ്പെടുന്നു. അങ്ങനെ കോറിയോണിക് വില്ലകളും ഗർഭാശയ കോശങ്ങളും പരസ്പരം ഇൻ്റർലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്ത് പ്ലാസൻ്റ എന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നു. പ്ലാസൻ്റയുടെ മറ്റൊരു പേരാണ് മറുപിള്ള. ദ പ്ലാസൻ്റ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. പ്ലാസൻ്റയാണ് ഗർഭസ്ഥ ശിശുവിനെ അല്ലെങ്കിൽ ഭ്രൂണത്തിനെ അമ്മയുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. ദ പ്ലാസൻ്റ ഈസ് കണക്റ്റഡ് ടു ദ എംബ്രിയോ ത്രൂ ആൻ അംബിലിക്കൽ കോഡ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് to and from the embryo. So, it is called baby's supply line. It has only blood vessels, no nerves. So, cutting of umbilical cord is painless to both mother and baby. ഭ്രൂണത്തിനെ പ്ലാസൻ്റയുമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്ലഡ് വെസൽ കോർഡാണ് അംബിലിക്കൽ കോർഡ് അഥവാ പൊക്കിൾക്കൊടി. അംബിലിക്കൽ കോഡിലൂടെയാണ് അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിലെ ഓക്സിജനും ന്യൂട്രിയൻസും ഭ്രൂണത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷനിലെത്തുന്നതും അതുപോലെ തിരിച്ച് ഭ്രൂണത്തിലെ ബ്ലഡ് സർക്കുലേഷനിലെ കാർബൺ ഡൈ ഓക്സൈഡ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഇവ അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിൽ എത്തുന്നതും. അംബിലിക്കൽ കോഡിൽ നാഡികൾ ഇല്ല. അതിനാൽ പ്രസവ സമയത്ത് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിനോ അമ്മയ്ക്കോ യാതൊരു തരത്തിലുള്ള വേദനയും ഉണ്ടാകില്ല. ആ ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ പ്ലാസൻ്റ ഫോർമേഷൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ദ പ്ലാസൻ്റ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസൻ്റ. 1. ദ പ്ലാസൻ്റ ഫെസിലിറ്റേറ്റ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം മെറ്റേണൽ സർക്കുലേഷൻ ടു ദ എംബ്രിയോ ഓർ ഫീറ്റൽ സർക്കുലേഷൻ. അതായത് അമ്മയുടെ രക്തത്തിലെ ഓക്സിജനെയും പോഷക വസ്തുക്കളെയും ഭ്രൂണത്തിൻ്റെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തത്തിലേക്ക് വിതരണം ചെയ്യാൻ സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. നമുക്കറിയാം, 8 ആഴ്ച കഴിയുന്നതോടുകൂടി ഭ്രൂണം ഗർഭസ്ഥ ശിശുവായി മാറുന്നു. അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനും ഭ്രൂണത്തിനും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുന്നത് പ്ലാസൻ്റ ആണ്. 2. The removal of carbon dioxide and other excretory waste materials produced by the embryo or fetus. ഭ്രൂണത്തിൻ്റെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്,
മറ്റ് വിസർജ്യ വസ്തുക്കൾ ഇവയെ അമ്മയുടെ രക്തത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. അങ്ങനെ പ്ലാസൻ്റ ഭ്രൂണത്തിൻ്റെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തത്തിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. 3. The placenta also acts as an endocrine gland and it produces hormones like A. Human chorionic gonadotropin or HCG, B. Human placental lactogen or HPL, C. Estrogens, D. Progestogens. പ്ലാസൻ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായി പ്രവർത്തിക്കുന്നു. ഇത് ചില ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻസ് ആൻഡ് പ്രൊജസ്റ്റജൻസ്. Progestagens are a group of steroid hormones. Progesterone is a major progestogen that assists pregnancy. പ്രൊജസ്റ്റജൻസ് എന്നത് ഒരു കൂട്ടം സ്റ്റിറോയിഡൽ ഹോർമോൺസ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൊജസ്റ്ററോൺ. ഇത് പ്രഗ്നൻസിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇൻ ദ ലാറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി എ ഹോർമോൺ കോൾഡ് റിലാക്സിൻ ഈസ് സെക്രീറ്റഡ് ബൈ ദ ഓവറി. ഗർഭകാലത്തിൻ്റെ അവസാനത്തോടു കൂടി ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് റിലാക്സിൻ. ഇത് പാർട്ടുറേഷൻ സമയത്ത് യൂട്രസിൻ്റെ റിലാക്സേഷന് സഹായിക്കുന്നു. HCG, HPL ആൻഡ് റിലാക്സിൻ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വുമൺ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം. പ്രഗ്നൻസി ടൈമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകളാണ് HCG, HPL ആൻഡ് റിലാക്സിൻ. ഇതിൽ ആദ്യത്തെ ഹോർമോണാണ് HCG. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലാസൻ്റയാണ്. അതുകൊണ്ട് തന്നെ HCGക്ക് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പ്രഗ്നൻസി ഡിറ്റക്ഷന് വേണ്ടി HCG ടെസ്റ്റ് നടത്തുന്നു. ബ്ലഡിലോ യൂറിനിലോ HCG ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ഉറപ്പിക്കാം. അതുകൊണ്ട് HCGക്ക് വളരെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ ആരോ ചാർട്ട് കാണുക. അതിൽ പ്ലാസൻ്റൽ ഹോർമോൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം നോക്കി മനസ്സിലാക്കുക. ഡ്യൂറിങ് പ്രഗ്നൻസി ദ ലെവൽസ് ഓഫ് സം അതർ ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ, prolactin, thyroxine, etc. are also increased, which are essential for supporting fetal growth, metabolic changes in the mother and maintenance of pregnancy. ഗർഭകാലത്ത് മറ്റു ചില ഹോർമോണുകളായ കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ, തൈറോക്സിൻ ഇവയുടെ അളവും വർദ്ധിക്കുന്നു. ഇവ ഗർഭശിശുവിൻ്റെ വളർച്ചയ്ക്കും അമ്മയിലെ മെറ്റബോളിക് ചേഞ്ചസിനും പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അനിവാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി സെല്ലുലാർ എംബ്രിയോ ആയ ഗ്യാസ്ട്രുലയെക്കുറിച്ചും അതിലെ ജേം ലെയേഴ്സിനെ കുറിച്ചും സ്റ്റെം സെൽസിനെ കുറിച്ചുമാണ്. Immediately after implantation, the inner cell mass or embryoblast of the blastocyst differentiates into an outer layer called ectoderm and an inner layer called endoderm. Soon there appear a mesoderm, which is the middle layer between ectoderm and endoderm. Such a multicellular cup-shaped embryo is called gastrula. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിലെ ഇന്നർ സെൽസ് അഥവാ എംബ്രിയോ ബ്ലാസ്റ്റ് വേർതിരിഞ്ഞ് എക്ടോഡേം എന്ന പുറംപാളിയും എൻഡോഡേം എന്ന ആന്തരിക പാളിയും ഉണ്ടാകുന്നു. ഇവയ്ക്കിടയിലായി മീസോഡേം എന്ന മധ്യപാളിയും ഫോം ചെയ്യുന്നു. അങ്ങനെ മൾട്ടി സെല്ലുലാർ എംബ്രിയോ ആയ ഗ്യാസ്ട്രുല ഉണ്ടാകുന്നു. ദീസ് 3 layers, that is ectoderm, mesoderm and endoderm, give rise to all tissues and organs. ഗ്യാസ്ട്രുലയിലെ ഈ 3 പാളികളിൽ നിന്നാണ് കോശജാലങ്ങളും അവയവങ്ങളും ഉണ്ടാകുന്നത്. Because the inner cell mass contains certain actively dividing cells called stem cells, which have the potency to give rise to all tissues and organs. കാരണം ഗ്യാസ്ട്രുലയിലെ ഇന്നർ സെൽസിലെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭജനശേഷിയുള്ള കോശങ്ങളുണ്ട്. ഇവയെ സ്റ്റെം സെൽസ് എന്ന് പറയുന്നു.
സ്റ്റെം സെൽസിനെ മലയാളത്തിൽ വിത്ത് കോശങ്ങളെന്ന് പറയുന്നു. ഇവയാണ് ടിഷ്യൂസും ഓർഗൻസും ആയി മാറുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. കപ്പ് ഷേപ്പിലുള്ള മൾട്ടി സെല്ലുലാർ എംബ്രിയോ ആണ് ഗ്യാസ്ട്രുല. ഇതിന് 3 ആവരണങ്ങളുണ്ട്: ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം ആൻഡ് എ മിഡിൽ മീസോഡേം. ചിത്രം ശ്രദ്ധിക്കുക. Now we can discuss about the embryonic developmental stages at various months of pregnancy. അതായത് ഗർഭകാലത്തിലെ ഭ്രൂണത്തിൻ്റെ വളർച്ചാഘട്ടങ്ങളെ അവയുടെ മാസാടിസ്ഥാനത്തിൽ പഠിക്കാം. The human gestation period. Its duration is 9 months. These 9 months are divided into 3 trimesters. First trimester include 1 to 3 months. Second trimester include 4 to 6 months. Third trimester include 7 to 9 months. So the total gestation period is 9 months. ഈ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച് നമുക്കിനി പഠിക്കാം. ആ ചാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് മന്തിന് ശേഷം ഭ്രൂണത്തിൽ ഹൃദയം ഉണ്ടാകുന്നു. ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ഒരേ ഒരു സൈനാണ് ഹാർട്ട് സൗണ്ട്. ഇത് ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ സഹായത്താൽ നമുക്ക് പരിശോധിക്കാം. ആഫ്റ്റർ 8 weeks ഓർ ദ ബിഗിനിങ് ഓഫ് 9th week, ദ എംബ്രിയോ ഈസ് ട്രാൻസ്ഫോംഡ് ടു ഫീറ്റസ്. അതായത് 8 ആഴ്ചയ്ക്ക് ശേഷം എംബ്രിയോ വളർന്ന് ഗർഭസ്ഥ ശിശുവായി മാറുന്നു. 2ാം മാസം അവസാനത്തോടുകൂടി ഗർഭസ്ഥ ശിശുവിൽ ലിംസ്, ഡിജിറ്റ്സ് ഇവ ഉണ്ടാകാൻ തുടങ്ങുന്നു. 3ാം മാസത്തോടുകൂടി പ്രധാന അവയവ വ്യവസ്ഥകൾ ഉണ്ടാകുന്നു. കൈകാലുകളും ബാഹ്യ ജനിതകാവയവങ്ങളും ഉണ്ടാകുന്നു. 5ാം മാസത്തോടുകൂടി ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ ചലിച്ചു തുടങ്ങുന്നു. തലയിൽ രോമങ്ങൾ ഉണ്ടാകുന്നു. 6ാം മാസം അവസാനത്തോടുകൂടി ശരീരം രോമാവൃതമാകുന്നു. ഐലിഡ്സ് വേർപെടുന്നു. കൺപീലികൾ ഉണ്ടാകുന്നു. 9ാം മാസം അവസാനത്തോടുകൂടി ഗർഭസ്ഥ ശിശു പൂർണ്ണ വളർച്ചയെത്തുന്നു. പ്രസവത്തിന് തയ്യാറാക്കപ്പെടുന്നു. ഇനി നമുക്ക് പാർട്ടുറേഷൻ എന്താണെന്ന് പഠിക്കാം. പാർട്ടുറേഷൻ അഥവാ പ്രസവം. The average duration of human pregnancy is about 9 months, which is called gestation period. മനുഷ്യരിലെ ഗർഭധാരണത്തിൻ്റെ ശരാശരി കാലയളവ് 9 മാസം ആണ്. ഇതിനെ ഗർഭാവസ്ഥ എന്ന് പറയുന്നു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ജസ്റ്റേഷൻ പീരീഡ് ഓർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ്, വിഗറസ് കൺട്രാക്ഷൻസ് ഓഫ് ദ യൂട്രസ് ഒക്കർ, which leads to the expulsion or delivery of the fully grown fetus through the birth canal. This process is called parturition or childbirth. അതായത് 9 മാസം തികയുന്നതോടെ ഗർഭപാത്രത്തിൽ ശക്തമായ സങ്കോചങ്ങൾ ഉണ്ടാകുന്നു. ഈ സങ്കോചങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ ബർത്ത് കനാലിലൂടെ പുറത്തേക്ക് തള്ളുന്നു. ഈ പ്രക്രിയയെ പ്രസവം എന്ന് പറയുന്നു. Parturition is a complex neuroendocrine mechanism induced by oxytocin secreted by the pituitary gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്രവിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ പ്രേരണയാൽ നടക്കുന്ന ഒരു സങ്കീർണമായ ന്യൂറോ എൻഡോക്രൈൻ പ്രവർത്തനമാണ് പ്രസവം. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ജസ്റ്റേഷൻ പീരീഡ്, the fully grown fetus and the placenta exhibit some characteristic movements. These movements act as signals to initiate parturition. These movements induce mild uterine contractions called fetal ejection reflexes. The fetal ejection reflex stimulates the pituitary gland, which secretes oxytocin. That leads to parturition. പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ ചലിക്കാൻ തുടങ്ങുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെയും പ്ലാസൻ്റയുടെയും ഈ ചലനം ഗർഭപാത്രത്തിലെ മയോമെട്രിയത്തിൽ ലഘുവായ സങ്കോചങ്ങൾ ഉണ്ടാക്കുന്നു.
ഇതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നു. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഉദ്ദീപിപ്പിച്ച് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്രസവം എന്ന പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നു. ഇനി എല്ലാവരും ആ ഫ്ലോ ചാർട്ട് കാണുക. വളരെ എളുപ്പത്തിൽ ഈ ഫ്ലോ ചാർട്ടിൻ്റെ സഹായത്താൽ പാർട്ടുറേഷൻ അഥവാ പ്രസവം എന്ന പ്രക്രിയ നമുക്ക് പഠിക്കാം. The movement of fully grown fetus and placenta induce mild uterine contractions called fetal ejection reflexes. The fetal ejection reflexes stimulates the pituitary gland. The pituitary gland secretes oxytocin. The oxytocin induces strong myometrial contractions that leads to birth pain. The myometrial contractions induce pituitary gland to further secrete oxytocin, which results in the strong contractions of myometrium that leads to parturition. അതായത് ഗർഭപാത്രത്തിലെ ഫീറ്റസിൻ്റെയും പ്ലാസൻ്റയുടെയും ചലനം മൈൽഡ് യൂട്രീൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇതിനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സസ് എന്ന് പറയുന്നു. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തുടർന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ മയോമെട്രിയത്തിൽ സ്ട്രോങ് കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇത് കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസിന് ഇടയാക്കുന്നു. തൽഫലമായി മയോമെട്രിയത്തിൽ ശക്തമായ തുടർച്ചയായ സങ്കോചങ്ങൾ ഉണ്ടാകുന്നു. ഇത് പ്രസവത്തിൽ അവസാനിക്കുന്നു. Soon after the infant is delivered, the placenta is also expelled out of the uterus. This is called afterbirth. പ്രസവത്തിന് ശേഷം പ്ലാസൻ്റയും പുറന്തള്ളപ്പെടുന്നു. ഇതിനെ മറുപിള്ള എന്ന് പറയുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലാക്ടേഷൻ. മാമറി ഗ്ലാൻഡ്സ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ലാക്ടേഷൻ. The mammary glands undergo full differentiation during pregnancy and starts producing milk towards the end of pregnancy or after giving birth. This process is called lactation. ഗർഭകാലത്ത് ക്ഷീരഗ്രന്ഥികൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നു. ഗർഭകാലത്തിൻ്റെ അവസാനത്തോടുകൂടിയോ പ്രസവത്തോടുകൂടിയോ അവയിൽ പാലുൽപാദനം തുടങ്ങുന്നു. ഇതിനെ ലാക്ടേഷൻ എന്ന് പറയുന്നു. Lactation helps the mother in feeding the newborn. The milk produced during the initial few days of lactation is called colostrum, which is yellow in color and contains several antibodies which are absolutely essential to develop resistance for the newborn babies. ലാക്ടേഷനിലൂടെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള പാലിനെ കൊളസ്ട്രം അഥവാ കന്നിപ്പാൽ എന്ന് പറയുന്നു. ഇതിൽ ധാരാളം ആൻറ്റിബോഡീസ് അടങ്ങിയിരിക്കുന്നു. ഇവ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ്. ദ മെയിൻ ആൻറ്റിബോഡി ഇൻ കൊളസ്ട്രം ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഓർ IgA. കൊളസ്ട്രം ഓൾസോ കണ്ടെയ്ൻ ആൻറ്റിബോഡീസ് ലൈക്ക് IgM ആൻഡ് IgG. IgG ഈസ് ദ ആൻറ്റിബോഡി ദാറ്റ് ക്യാൻ ക്രോസ് ദ പ്ലാസൻ്റ. കൊളസ്ട്രത്തിൽ പ്രധാനമായി കാണുന്ന ആൻറ്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എ കൂടാതെ IgM, IgG എന്നീ ആൻറ്റിബോഡികളും കൊളസ്ട്രത്തിൽ ഉണ്ട്. പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ആൻറ്റിബോഡിയാണ് IgG. ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ഇൻഫൻറ്റ് ഗ്രോത്ത് ഈസ് റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് for bringing up a healthy baby. ഡോക്ടർമാർ കുഞ്ഞിന് ആദ്യ ദിവസങ്ങളിൽ മുലപ്പാൽ ഉറപ്പായും കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും ഇത് അത്യാവശ്യമാണ്. കാരണം കൊളസ്ട്രത്തിൽ ആൻറ്റിബോഡീസിനെ കൂടാതെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം സമീകൃതമായി അടങ്ങിയിരിക്കുന്നു. ഇനി ആ ചിത്രം ശ്രദ്ധിക്കുക. അതിൽ ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡിൻ്റെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡിൽ ഒരു ഭ്രൂണത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്
ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് നോട്ടിൽ എഴുതാൻ മറക്കരുത്. 1. The placenta is a temporary organ that connects the developing fetus to the uterine wall. What are the functions of placenta? 2. Placenta is an endocrine gland. Do you agree? Why? 3. Name the first hormone released by placenta and what is its clinical significance? 4. During pregnancy, the level of some hormones rises. Name the hormones. How they assist pregnancy. 5. What are stem cells in embryo? Where they found? Why they are so called? 6. Explain the major events of human gestation. How long the gestation of these animals lasts? A. Human. B. Dog. C. Cat. D. Elephant. 7. Parturition is induced by a complex neuroendocrine mechanism. Do you agree? Why? 8. To induce delivery, the doctor injects a hormone. Can you name the hormone? How it induces parturition? 9. Breastfeeding during the initial period of infant growth is recommended by doctors. Why? ഇത്രയും അസൈൻമെൻറ്റ്സ് ആണ് ഈ ടോപ്പിക്കിൽ തരുന്നത്. ഇതോടുകൂടി നമ്മുടെ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അവസാനിക്കുകയാണ്. ഓർക്കുക, എക്സാമിനേഷന് 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം മുതലുള്ള വീഡിയോകൾ എല്ലാം കാണാനും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നോട്ടുകൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായി യഥാസമയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ ക്ലാസ്സിനോട് സഹകരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി.